നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. വിതുരൻ വിചാരിച്ചു, ഇത് തന്നെയാണ് ഋഷിയെ വരുത്താനുള്ള സന്ദർഭം. അദ്ദേഹം ഉടൻ തന്നെ ധൃതരാഷ്ട്രനോട് പറഞ്ഞു, ധൃതരാഷ്ട്ര കുമാരോ വൈ യഃ പുരാണ സനാതന സനത്സുജാത പ്രോവാച മൃത്യുർ നാസ്തീതി ഭാരത. അല്ലയോ ഭരത വംശത്തിൽ പിറന്നവനായ മഹാരാജാവായ ധൃതരാഷ്ട്ര, അങ്ങയോട് ഞാൻ ഒരു ഋഷിയുടെ കാര്യം ഈ അവസരത്തിൽ പറയാൻ ഒരുങ്ങുകയാണ്. അദ്ദേഹം വളരെ പുരാതനനായ ഋഷിയാണ്. വളരെ പണ്ടേ ആത്മസാക്ഷാത്കാരം നേടി പൂർണ്ണബ്രഹ്മമായി ശോഭിക്കുന്ന ഋഷിയാണ്. അദ്ദേഹം സനാതനാണ്. ജനിമരണങ്ങൾ അദ്ദേഹത്തിനില്ല. അതായത് പ്രകൃതിയുടെ പരിധികളെല്ലാം അദ്ദേഹം കടന്നുപോയിരിക്കുന്നു. അദ്ദേഹം ആത്മസ്വരൂപനായി ബ്രഹ്മസ്വരൂപനായി വിളങ്ങുന്നു. അതുകൊണ്ട് ജനിമൃതികൾ അദ്ദേഹത്തിനില്ല. അദ്ദേഹം സനാതനനാണ്. ബ്രഹ്മം സനാതനനാണ്. അതേപോലെ തന്നെ ഈ ഋഷിയും, ഞാൻ ഈ പറയുന്ന ഋഷിയും സനാതനനാണ്. അദ്ദേഹം ബ്രഹ്മാവിൻ്റെ പുത്രനാണ്. അദ്ദേഹത്തിൻ്റെ പേര് സനത്സുജാതൻ എന്നാണ്. അദ്ദേഹം പണ്ട് പറഞ്ഞിട്ടുണ്ട്, മൃത്യുർ നാസ്തി, മരണമെന്നൊന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനമാണ്. തൻ്റെ പുത്രന്മാർക്ക് മരണം സംഭവിക്കുമോ എന്ന് ഭയന്ന് അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് മാർഗം എന്ന് നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ധൃതരാഷ്ട്രൻ, ആ മരണഭീതിയാണ് ധൃതരാഷ്ട്രനെ വല്ലാതെ കുഴയ്ക്കുന്നത്. രക്ഷപ്പെടാൻ നല്ലൊരു മാർഗമുണ്ട്, യുദ്ധം വേണ്ടാന്ന് വയ്ക്കുക തന്നെ. പക്ഷെ അതിന് ധൃതരാഷ്ട്രൻ്റെ മനസ്സ് അനുവദിക്കുന്നുമില്ല. അപ്പോൾ മരണം, ജീവിതം എന്നുള്ളതായ രണ്ട് കാര്യങ്ങളിൽ യാഥാർത്ഥ്യമെന്ത് എന്ന് നേരത്തെ വിതുരൻ ധൃതരാഷ്ട്രനോട് പറഞ്ഞു. മരണമില്ല എന്ന് വേദാന്തമെല്ലാം ആ ഉപദേശങ്ങളുടെ മധ്യത്തിൽ പറയുന്നതിനിടയ്ക്ക് വിതുരൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും ധൃതരാഷ്ട്രൻ്റെ മനസ്സിലേക്ക് എത്തുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് മരണമില്ലാത്തവനായ ബ്രഹ്മസ്വരൂപനായ ആ ഋഷിയെ കൊണ്ട് പറയിക്കാമെന്ന് കരുതിയത്. അതാണ് സനത്സുജാതൻ എന്നു പേരായ ആ ഋഷി പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ പ്രസിദ്ധമാണ്. മൃത്യുർ നാസ്തി ഇതി, മരണം എന്നത് ഇല്ല തന്നെ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് അങ്ങയുടെ ഉള്ളിലുള്ളതായ സംശയങ്ങൾ ഭംഗിയായി മനസ്സിലാകും. അതിനെല്ലാം വേണ്ടുന്നതായിട്ടുള്ള സമാധാനവും അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട്. അദ്ദേഹം അങ്ങയ്ക്ക് മനസ്സിലാകുന്ന പ്രകാരത്തിൽ അത് പറഞ്ഞു തരും. സതേ ഗുഹ്യാൻ പ്രകാശാംശ്ച സർവാൻ ഹൃദയസംശ്രയാൻ പ്രവക്ഷ്യതി മഹാരാജ സർവബുദ്ധിമതാം വര. അദ്ദേഹം ആ ഋഷി അങ്ങയുടെ ഉള്ളിലിരിക്കുന്നതായ, അങ്ങ് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നതായ പ്രശ്നങ്ങളെയും, ധൃതരാഷ്ട്രൻ തൻ്റെ അനുജനോട് പോലും വിതുരനോട് പോലും തൻ്റെ ഉള്ളിലിരിക്കുന്നതായ സംശയങ്ങൾ പൂർണ്ണമായും പറഞ്ഞിട്ടില്ല. അത് വിതുരനറിയാം. അതിൻ്റെ ഒരു ഭാഗം മാത്രമേ തന്നോട് പറയുന്നുള്ളൂ. ഉള്ളിൻ്റെ ഉള്ളിൽ പലതും ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് വിതുരൻ്റെ ഈ മറുപടി. വിതുരൻ അതൊക്കെ മനസ്സിലായിട്ടുണ്ട്. പലതും പറയാതെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്ന്, രഹസ്യമാക്കി വെച്ചിരിക്കുന്നു എന്ന്. അതാണ് വിതുരൻ ഇങ്ങനെ പറഞ്ഞത്. ഗുഹ്യാൻ, ഉള്ളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നതായ ആ അങ്ങയുടെ ചിന്തകളെയും അങ്ങയുടെ പ്രശ്നങ്ങളെയും അതേപോലെ തന്നെ അങ്ങിപ്പോൾ തുറന്നു പറയുന്നതായ പ്രശ്നങ്ങളെയും ഒക്കെ അദ്ദേഹത്തിന് മനസ്സിലാകും. അതെല്ലാം കണ്ടിട്ട്
അതിന് വേണ്ടുന്നതായ പരിഹാരം പ്രവക്ഷ്യത അദ്ദേഹം പറഞ്ഞു തരും. അറിവുള്ള ആളുകളുടെ കൂട്ടത്തിൽ വെച്ചിട്ട് ഒന്നാമനാണ് അദ്ദേഹം. അതിനാൽ അദ്ദേഹത്തെ ഇങ്ങോട്ട് വരുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കാം, സനത്സുജാതനെ. അപ്പോഴേക്കും ധൃതരാഷ്ട്രൻ പറഞ്ഞു, എന്തിനാണ് അദ്ദേഹത്തെ വരുത്തുന്നത്? അതിൻ്റെ ആവശ്യമില്ല. അല്ലയോ വിതുര, അദ്ദേഹം പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിനക്കും അറിയുന്നതാണല്ലോ. അതുകൊണ്ട് നീ തന്നെ എന്നോട് പറയുക. അതെല്ലാം അദ്ദേഹത്തെ വരുത്തേണ്ട കാര്യമില്ല. സനത്സുജാതൻ എന്നു പേരായ ആ ഋഷിയെക്കുറിച്ച് വിതുരൻ ഇത്രമാത്രം പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്കും തന്നെ ധൃതരാഷ്ട്രന് ആകെ ഉത്കണ്ഠയായി. തൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പോലും അദ്ദേഹത്തിന് അറിയും എന്നാണ് വിതുരൻ പറഞ്ഞിരിക്കുന്നത്. വിതുരനോട് പറയാതെ താൻ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന തൻ്റെ വലിയ 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 രഹസ്യങ്ങൾ അദ്ദേഹം അറിഞ്ഞ് അതിന് മറുപടി, അതിന് പരിഹാരം ഇങ്ങനെ തന്നോട് പറഞ്ഞാലോ? അതോർത്തിട്ട് ധൃതരാഷ്ട്രൻ്റെ മനസ്സ് കമ്പനം കൊള്ളുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ വരുത്തണ്ട എന്ന് ധൃതരാഷ്ട്രൻ ആഗ്രഹിച്ചു. ധൃതരാഷ്ട്രൻ പറഞ്ഞു, അദ്ദേഹത്തെ വരുത്തണ്ട, അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കണ്ട. അദ്ദേഹം പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിനക്കും അറിയുള്ളതല്ലേ, അതെല്ലാം എന്നോട് പറയുക. അങ്ങയുടെ ഈ വാക്കുകളെല്ലാം കേട്ടുകൊണ്ടിരിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോഴേക്കും വിതുരൻ പറഞ്ഞു, അദ്ദേഹം പരമാത്മ സാക്ഷാത്കാരം നേടിയ ഋഷിവര്യനാണ്. അദ്ദേഹം നിൽക്കുന്നത് എത്രയോ ഉയരങ്ങളിൽ. അദ്ദേഹത്തിന് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റൂല. എന്തുകൊണ്ടെന്നാൽ അതിനുള്ളതായ യോഗ്യത എനിക്കില്ല. ഞാൻ അത്രത്തോളം സനത്സുജാതനോളം ആത്മസാക്ഷാത്കാരത്തിൻ്റെ മണ്ഡലത്തിൽ ഉയർന്നയാളല്ല. പല കുറവുകളും എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അക്കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ നല്ലത് അദ്ദേഹം തന്നെ നേരിട്ട് പറയുന്നതാണ്. ഒരുപക്ഷെ അങ്ങയുടെ സകല പ്രശ്നങ്ങളും അതുകൊണ്ട് തന്നെ ദൂരീകൃതമായി തീരും. വിതുരൻ പറഞ്ഞു. ഇത്രയും പറയുകയും സനത്സുജാതനെ മനസ്സുകൊണ്ട് അങ്ങ് വരണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്തതേയുള്ളൂ. ആ ഋഷിവര്യൻ ഹസ്തിനാപുരത്ത് ആ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. ഇതാണ് ഭൂതങ്ങളോടുള്ളതായ ദയ. ദയാഭൂതേഷു. അദ്ദേഹത്തിന് അവിടെ വരേണ്ട ആവശ്യം എന്താണ്? ഒരാവശ്യവുമില്ല. പക്ഷേ ക്ലേശിക്കുന്ന ഒരാൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ അദ്ദേഹം ആ ക്ലേശം തീർക്കാൻ വേണ്ടിയിട്ട് ഓടിയെത്തും. യഥാർത്ഥത്തിൽ ആ ക്ലേശവും മായാമയമാണ്, ഇല്ലാത്തതാണ്. ഈ പ്രപഞ്ചം മുഴുവൻ മായാമയമാണ്. ഇവിടെയുള്ള സുഖദുഃഖങ്ങളൊക്കെ ഇല്ലാത്തതാണ്. താൽക്കാലികമായി മായയാൽ നമ്മുടെ അജ്ഞാനം കൊണ്ട് തോന്നുന്നത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, സനത്സുജാതനെ പോലുള്ളതായ ഒരു ഋഷിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിലുള്ള സകല കോലാഹലങ്ങളും നിസ്സാരമാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഓടിയെത്തേണ്ട കാര്യമില്ല. പക്ഷേ അദ്ദേഹം ഓടിയെത്തും. അങ്ങനെയാണ് ഋഷിവര്യന്മാർ. എന്തുകൊണ്ടെന്നാൽ അവരുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് സർവഭൂതങ്ങളോടുമുള്ള ദയയാണ്. ഒരാൾ വേദനിച്ചു കഴിഞ്ഞാൽ ആ വേദന തീർക്കാൻ വേണ്ടിയിട്ട് അവർ ഓടിയെത്തും. അങ്ങനെ വിതുരൻ വേദനയോടുകൂടി അദ്ദേഹത്തെ ചിന്തിച്ചു. യുദ്ധം തുടങ്ങാൻ പോകുന്നു. രണ്ടു വശത്തുമായിട്ട് 18 അക്ഷോഹിണികൾ അണിനിരക്കുന്നു. ഇതെന്ന് തീരും? എങ്ങനെ തീരും? തീർന്നു കഴിഞ്ഞാൽ ആരൊക്കെ അവശേഷിക്കും? ആർക്കും പറയാൻ പറ്റൂല. ഘോരമായ വിനാശമുണ്ടാകുമെന്നുറപ്പ്. കാരണം ചില്ലറക്കാരല്ല ഏറ്റുമുട്ടുന്നത്. അത് വേണ്ടെന്ന് വയ്ക്കാൻ അധികാരമുള്ളയാൾ, തൻ്റെ ജ്യേഷ്ഠൻ മഹാരാജാവ് ഇതാ മുമ്പിലുണ്ട്. പക്ഷേ അത് അദ്ദേഹം വേണ്ടെന്ന് വെക്കുന്നില്ല. അപ്പോൾ ഈ ഭയങ്കരമായ വിപത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന വിതുരൻ അവിടെ ആ പടക്കളത്തിൽ എത്തി നിൽക്കുന്ന ആ സൈനികരുടെ ജീവനെക്കുറിച്ച് ചിന്തിച്ച് ഉത്കണ്ഠാകുലനാണ്, വേദനിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഓരോ സൈനികനും കുടുംബമുണ്ട്. അവരെ ആശ്രയിച്ച് കഴിയുന്ന സ്ത്രീകളും കുട്ടികളും ഒക്കെയുണ്ട്, വൃദ്ധന്മാരും ഒക്കെയുണ്ട്. ഒരാൾ മരിക്കുമ്പോഴേക്കും
ആ ആളിൻ്റെ കുടുംബം അനാഥമാകുന്നു. ഈ ഒരു യോദ്ധാവിൻ്റെ മരണത്തോടുകൂടി പ്രശ്നങ്ങൾ തീരുന്നില്ല. അനേകം ജീവിച്ചിരിക്കുന്ന ആശ്രിതരുടെ ദുഃഖത്തിനത് കാരണമായി തീരുന്നു. ഇതെല്ലാം ഓർത്താണ് വിതുരൻ്റെ ദുഃഖം. എങ്ങനെ ഒഴിവാക്കാം? അതാണ് വിതുരൻ്റെ ചിന്ത. തൻ്റെ പരിശ്രമമെല്ലാം പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് മറ്റൊരു ഗതിയുമില്ലാതെ ആ ഋഷിയെ തന്നെ സ്മരിച്ചത്. അതുകൊണ്ട് വിതുരൻ്റെ പ്രാർത്ഥനയാൽ, ഒന്ന് സങ്കല്പിച്ചതേ ഉള്ളൂ വിതുരൻ, അദ്ദേഹം ഓടിയെത്തി. ഇതാണ് ദയാഭൂതേഷു, ഭൂതങ്ങളിലുള്ളതായ ദയ. അദ്ദേഹം അവിടെ ഹസ്തിനാപുരത്ത് ധൃതരാഷ്ട്രരുടെ കൊട്ടാരത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നു. അദ്ദേഹം എത്തിച്ചേർന്ന മാത്രയിൽ സജ തച്ചിന്തിതം ജ്ഞാത്വാ ദർശയാമാസ ഭാരത എന്നാണ് വ്യാസം പറയണേ. വിതുരൻ അങ്ങനെ ചിന്തിച്ചതേ ഉള്ളൂ. അപ്പോഴേക്കും അദ്ദേഹം മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ബ്രഹ്മ സാക്ഷാത്കാരം നേടിയ ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് കാലത്തിൻ്റെ വ്യത്യാസമില്ല, കാലപരിധിയില്ല, ദൂരങ്ങളുമില്ല. അദ്ദേഹത്തിന് ഒന്നും ദൂരെയല്ല. എല്ലാം നടക്കുന്നത് ഒരൊറ്റ ബിന്ദുവിൽ, ബ്രഹ്മബിന്ദുവിൽ. കാലത്തിൻ്റെയോ ദേശത്തിൻ്റെയോ പരിമിതിയില്ലാത്ത ഒരൊറ്റ ബ്രഹ്മബിന്ദുവിലാണ് ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളും അവയിലുള്ള കോലാഹലങ്ങളും ഒക്കെ നടക്കുന്നത്. അതിനാൽ അദ്ദേഹം സർവ്വവ്യാപിയാണ്, ബ്രഹ്മജ്ഞൻ. അതുകൊണ്ട് എവിടെയും എവിടെ നിൽക്കുന്നയാളിനും കാണാൻ പാകത്തിന് പ്രത്യക്ഷപ്പെടാൻ ഏത് നിമിഷവും അവർക്ക് സാധിക്കും. അതാണ് ചിന്തിച്ചതേ ഉള്ളൂ. അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. ആ അവസരത്തിൽ അദ്ദേഹത്തെ യഥായോഗ്യം സ്വീകരിച്ച് വിതുരൻ സൽക്കരിച്ച് ഉചിതമായ രീതിയിൽ മഹാരാജാവിൻ്റെ സമീപത്ത് വലിയൊരു സിംഹാസനത്തിൽ പൂജകളെല്ലാം അർപ്പിച്ച് അദ്ദേഹത്തെ ഇരുത്തി. ഇനി സനത്സുജാതനും ധൃതരാഷ്ട്രനും മാത്രമാണ്. വിതുരനും അവിടെ നിന്ന് മാറി. സനത്സുജാതന് ധൃതരാഷ്ട്രന് ഉപദേശം കൊടുക്കുവാനുള്ളതായ അവസരമാണ്. ആ അവസരത്തിൽ ധൃതരാഷ്ട്രൻ അദ്ദേഹത്തോട് പറഞ്ഞു, സനത്സുജാത യതിദം ശൃണോമി ന മൃത്യുരസ്തീതി തവ പ്രവാദം ദേവാസുരാഹ്യാചരൻ ബ്രഹ്മചര്യം അമൃത്യവേ തത് കതരന്തു സത്യം. ഇവിടെ രണ്ട് പ്രശ്നങ്ങളാണ് ധൃതരാഷ്ട്രൻ ആ മഹർഷിയുടെ മുന്നിൽ ഉന്നയിക്കുന്നത്. അല്ലയോ മഹാമഹർഷേ സനത്സുജാത ഋഷേ, അങ്ങ് നേരത്തെ പറഞ്ഞിട്ടുള്ളതായിട്ട് വിതുരാദികളെല്ലാം പറഞ്ഞ് ഞാൻ അറിയുന്നു. മൃത്യുവില്ല എന്ന്, മരണമെന്നുള്ളതൊന്നില്ല എന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ട്. മരണമുണ്ട് എന്ന് കരുതുന്നതൊക്കെ ഒരു പ്രവാദമാണ് എന്നും അങ്ങ് പറയും. അതൊരു തെറ്റായൊരു ധാരണയാണ്. മരണമുണ്ട് എന്നുള്ളതായ വിചാരം. മരണമില്ല എന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വേറൊരു കാര്യവും അനേകം ആളുകളും ഗ്രന്ഥങ്ങളും ഒക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ദേവന്മാരും അസുരന്മാരും ഒക്കെ മരണത്തെ അതിലംഘിക്കാൻ വേണ്ടിയിട്ട് ബ്രഹ്മചര്യം ആചരിച്ചു എന്ന്. അപ്പോൾ മരണമുണ്ട് എന്ന് ദേവാദികളും അസുരന്മാരും ഒക്കെ സമ്മതിക്കുന്നു. അതിനെ കടക്കാൻ വേണ്ടി അവർ ബ്രഹ്മചര്യം, പല രീതിയിലുള്ളതായ തപോവിധാനങ്ങൾ ആചരിക്കുന്നു. എന്നാൽ അങ്ങ് പറഞ്ഞിരിക്കുന്നു മരണമില്ല എന്ന്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിൽ നേരെ വിപരീതമാണ് ഈ രണ്ടഭിപ്രായങ്ങളും. ഏതാണ് സത്യം? കതരന്തു സത്യം? ഇതാണ് എനിക്ക് അറിയേണ്ടത് എന്നിങ്ങനെ ആ ഋഷിവര്യനോട് ധൃതരാഷ്ട്രൻ ചോദിക്കുന്നു. ധൃതരാഷ്ട്രൻ്റെ മനസ്സിലെ ആ അവസ്ഥയിലുള്ള ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. തൻ്റെ മക്കൾക്ക് മരണം ഭവിക്കുമോ? അതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ പ്രശ്നം. തൻ്റെ മക്കൾക്ക് മരണം ഉണ്ടാകാതെ പാണ്ഡവന്മാർ കൊല്ലപ്പെടുകയോ ഭയന്ന് കാട്ടിലേക്ക് തിരിച്ചോടുകയോ ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമെല്ലാം തീർന്നു. അതാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അപ്പോൾ മരണമുണ്ടോ ഇല്ലയോ എന്നറിയണമല്ലോ. നേരെ വിപരീതമായ രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടല്ലോ. ഇല്ല എന്ന് പറയുന്ന സനത്സുജാതൻ ഉണ്ട് എന്നുള്ള വിചാരത്താൽ മരണത്തെ അതിലംഘിക്കാൻ ദേവന്മാർ ചെയ്യുന്നതായ ബ്രഹ്മചര്യാദി നിഷ്ഠകൾ, അതൊന്ന് ഉറപ്പായി കഴിഞ്ഞാൽ
തനിക്ക് കുറച്ചൊരു സമാധാനം വരും. മരണം ഇല്ല എന്ന് ഉറപ്പായാൽ താൻ ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടും. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരിപ്പ്. സനത് സുജാതനതെല്ലാം മനസ്സിലായി. അദ്ദേഹം വളരെ വിസ്തരിച്ച് തന്നെ, വളരെ ശാന്തമായി തന്നെ ധൃതരാഷ്ട്രൻ്റെ ഉള്ളിലിരിപ്പിലെ ആ കുബുദ്ധി തനിക്ക് മനസ്സിലായി എന്നുള്ള കാര്യം പോലും പ്രകടമാക്കാതെ, ഭാവഭേദം കൊണ്ട് കാണിക്കാതെ, വളരെ സ്പഷ്ടമായിട്ട് വിശദമായിട്ട് സത്യത്തെ ധൃതരാഷ്ട്രൻ്റെ മുന്നിൽ അവതരിപ്പിച്ച് ധൃതരാഷ്ട്രൻ്റെ മനസ്സിന് ശാന്തിയെ വരുത്താൻ അദ്ദേഹം ശ്രമിക്കുന്നത് സനത് സുജാതീയം എന്ന ഈ ഉപപർവത്തിൽ നമുക്ക് കാണാം. വേദാന്ത ശാസ്ത്രത്തിൻ്റെ അത്യുന്നതങ്ങളായിട്ടുള്ള ആശയങ്ങളെ നമുക്ക് ഇവിടെ ആ ഋഷിയുടെ വാക്കുകളിലൂടെ ഭംഗിയായിട്ട് കേൾക്കാനും അറിയാനും സാധിക്കും. ഇപ്പോൾ ആ അവസ്ഥയിലേക്ക്, ആ തലത്തിലേക്ക് കടക്കുന്നില്ല. കാരണം നമ്മുടെ ചർച്ചയുടെ വിഷയം ഭൂതങ്ങളിലുള്ള ദയ, അതിന് വ്യാസൻ കാണിച്ചിരിക്കുന്നതായ ഉദാഹരണം, ആ ഉദാഹരണം എന്നുള്ള നിലയിൽ സനത് സുജാതൻ്റെ ഈ ആഗമനം, അതാണ് നമ്മുടെ ചർച്ചയുടെ മുഖ്യമായിരിക്കുന്ന വിഷയം. അത് മാത്രമേ വേണ്ടൂ. അതുകൊണ്ട് ആ കഥ നമ്മൾ അവിടെ പൂർണ്ണമാക്കുന്നു. വേദാന്ത ചർച്ചയിലേക്ക് നാം കയറുന്നില്ല.